Hello my dear children. Today we are going to do the worksheet in your textbook, page number 103. The first question is, Sheetal went to a stationery shop with her father to buy items for her mathematics project. Okay, Sheetal ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. She makes a list of the items that she bought along with their price and quantity. ഓക്കെ, അവൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നും അതിൻ്റെ വിലയും അതുപോലെ എത്ര എണ്ണാണെന്നും. ക്വാണ്ടിറ്റി മീൻസ് എത്ര എണ്ണം. ഓക്കെ, കാൽക്കുലേറ്റ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ഹെർ ഫാദർ ടു ബൈ ഈച്ച് ഐറ്റം. ഓൾസോ ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും എത്ര രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നും ടോട്ടൽ എത്ര രൂപയായി എന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സീ ദ ടേബിൾ. ദ ഐറ്റംസ് ബോട്ട് ആർ ചാർട്ട് പേപ്പർ, പാക്ക് ഓഫ് സ്കെച്ച് പെൻസ്, പാക്ക് ഓഫ് ക്രയോൺസ്. ഇത്ര ഐറ്റംസ് ആണ് അവൾ വാങ്ങിച്ചത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ്. ഓക്കെ, ചാർട്ട് പേപ്പർ 3 numbers, pack of sketch pens 1 packet, pack of crayons 2 packets. Okay, here given that price per item, ഓരോന്നിനും എത്ര രൂപയാണെന്ന്. ഇപ്പോൾ ചാർട്ട് പേപ്പർ 1 ചാർട്ട് പേപ്പറിന് ₹12 ആണ്. അങ്ങനെ 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുകയെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം. ഒരു ചാർട്ട് പേപ്പറിന് ₹12 ആണ്. ഇൻറ്റു എത്ര എണ്ണം വാങ്ങിച്ചു? 3 എണ്ണം. 12 into 3. Now multiply. 2 into 3. First we have to multiply 2 into 3. What is 2 into 3? You check the table of 3. We get 2 into 3 is 6. So write 6 at the ones place. Now multiply 1 into 3. Okay, what is 1 into 3? 1 into 3 is 3. Write 3 here. So the answer is 36. Next item, pack of sketch pens. Okay, ഒരു സ്കെച്ച് പെന്നിന് ഒരു പാക്കറ്റിന് ₹79 ആണ്. അങ്ങനെ ഒരെണ്ണമാണ് വാങ്ങിച്ചത്. എത്ര രൂപയാവും? ഒരു പാക്കറ്റേ ഉള്ളൂ. 79 into 1. It is 9 into 1 is 9 and 7 into 1 is 7. ₹79. Next, a packet of crayons. 2 packets of crayons she bought. For 1 packet, ₹56. ഒരു പാക്കറ്റിന് ₹56 ആണ്. അങ്ങനെ 2 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. 56 into 2. 6 into 2. Find 6 into 2. 2ൻ്റെ ടേബിൾ നോക്കുമ്പോൾ 6 into 2 we get 12. In 12 we write 2 here and 1 write as carryover. Now multiply 5 into 2. 5 into 2. 5 into 2 is 10. 10 plus 1. ഇവിടെ ഒരു carry over ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യണം. 10 plus 1 is 11. So the answer is ₹112. Next we have to find the total amount. Total amount എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. ഏതൊക്കെയാണ്? 36 പ്ലസ് 79 പ്ലസ് 112. ഓക്കെ, ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, next we are moving to the second question. The second question is, write all the possible ways to plant 12 rose plants in a rows with equal number of rose plants in each row. That is, the question is, ഒരു റോസ് പ്ലാന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. 12 റോസ് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യണം. ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് റോസ് പ്ലാന്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, that means we have to find the multiplication sentence of 12. ഓക്കെ, 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതുകയാണെങ്കിൽ
12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്? യു ചെക്ക് ദ ടേബിൾ ഓഫ് 2. ടേബിൾ ഓഫ് 2ൽ നമുക്ക് എങ്ങനെ നോക്കാം? 12 ആൻസർ വരുന്നത് എപ്പോഴൊക്കെയാണ്? 2 × 6 ഈസ് 12. ഓക്കെ, ഇതാണ് പോസിബിൾ ആയിട്ടുള്ള, അതായത് 2 റോസും ഓരോ റോയിൽ 6 റോസ് പ്ലാന്റ് വെച്ചാൽ 12 ആൻസർ കിട്ടും. അതുപോലെ എങ്ങനെ എഴുതാം? 6 × 2 ഈസ് 12. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഏതാണ്? 3 × 4 ഈസ് 12. And also 4 × 3 is 12. And one more is 1 × 12 is 12. And 12 × 1 is 12. Okay, these are the multiplication sentence of 12. Next, third question. Use the combination of the numbers 9 and 4 to derive the multiplication table of 13. ഓക്കെ, 9ഉം 4ഉം ആ രണ്ട് നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് 13ൻ്റെ ടേബിൾ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 9ൻ്റെ ടേബിൾ എഴുതണം, ദെൻ 4ൻ്റെ ടേബിൾ എഴുതണം, അതിൽ നിന്ന് 13ൻ്റെ ടേബിൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, for that we have to write the table of 9 and table of 4. ഓക്കെ, 9ൻ്റെ ടേബിളും 4ൻ്റെ ടേബിളും എഴുതി. ഇനി 13ൻ്റെ ടേബിൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? 113 is 9 + 4 is 13. 2 13s are 18 + 8. 8 + 8 is 16. +1 is 26. ഓക്കെ, ആഡ് ചെയ്യണം അല്ലേ? 27 + 12. 3 × 13. 3 13s are 39. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുക. നെക്സ്റ്റ് 4 13s are 36ഉം 16ഉം ആഡ് ചെയ്യുമ്പോൾ 52. ഓക്കെ, നെക്സ്റ്റ് 5 13s are 45ഉം 20ഉം ആഡ് ചെയ്യുമ്പോൾ we get 65. 6 13s are 54ഉം 24ഉം ആഡ് ചെയ്യുമ്പോൾ we get 78. 7 13s are 63ഉം 28ഉം ആഡ് ചെയ്യുമ്പോൾ we get 91. Next, 8 13s are 72ഉം 32ഉം ആഡ് ചെയ്യുമ്പോൾ we get 104. Next, 9 13s are ഏതൊക്കെയാണ്? 81ഉം 36ഉം ആഡ് ചെയ്യുമ്പോൾ we get 170. Next, 10 13s are 90ഉം 40ഉം ആഡ് ചെയ്യുമ്പോൾ we get 130. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ടേബിളിൽ നിന്ന് വേറൊരു ടേബിൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ യൂസ് ദ കോമ്പിനേഷൻ ഓഫ് ദ നമ്പേഴ്സ് 7 and 5 to derive the multiplication table of 12. ഓക്കെ, ഇതേപോലെ 7ൻ്റെയും 5ൻ്റെയും ടേബിൾ എഴുതിയിട്ട് 12ൻ്റെ ടേബിൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങളെ നോട്ടിൽ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Solve the following word problems by using the box method of multiplication. ഓക്കെ, ബോക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിതിൻ ബൈസ് 4 packets ഓഫ് പാസ്ത. നിതിൻ 4 packets പാസ്ത വാങ്ങിച്ചു. ഈച്ച് പാക്കറ്റ് കോസ്റ്റ് ₹37. ഹൗ മച്ച് മണി ഡസ് ഹി സ്പെൻഡ്? ഒരു പാക്കറ്റിന് 37 rupees ആണ്. അങ്ങനെ 4 packets വാങ്ങിച്ചു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ബോക്സ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് 37 × 4.
ഓക്കെ, അപ്പോൾ നമ്മൾ 37 നമുക്ക് 30 + 7 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബോക്സ് വരച്ചു. ഹിയർ 37 into 4 ആണ്. അപ്പോൾ we write here 4. Okay, now multiply 30 into 4 here. Here 7 into 4. Okay, what is 30 into 4? 3 into 4 is 12 and this 0. 30 into 4 is 120. 7 into 4 is 28. Now add these two numbers. 120 plus 28. 0 plus 8 is 8. 2 plus 2, 4, 1. So 37 into 4 is equal to 148. Okay. Now the second one is, if a baker bakes 79 loaves of bread every day. എല്ലാ ദിവസവും 78 loaves of bread ആണ് ഒരു ബേക്കർ ബേക്ക് ചെയ്യുന്നത്. How many loaves will he bake in 8 days? അപ്പോൾ ഒരു ദിവസം 78 ആണെങ്കിൽ 8 ഡേയ്സിൽ എത്ര ഉണ്ടാവുന്നതാണ്? അപ്പോൾ എന്ത് ചെയ്യണം? 78 into 8 ചെയ്യണം. ഇവിടെ ബോക്സ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സെക്കൻഡ് വൺ 78 into 8 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 78 നമുക്ക് 70 + 8 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ വി ഡ്രോ ദ ബോക്സ്. 70 + 8 is 78 and into 8. Okay, now here we multiply 70 into 8. Here 8 into 8. What is 70 into 8? Find 7 into 8. What is 7 into 8? 56. And we write the 0 here. So 70 into 8 is 560. And what is 8 into 8? 8 into 8 is 64. Now add these two numbers. 560 plus 64. 0 plus 4, 4. 6 plus 2 is 12. 12 2 we write here and 1 write as carryover. Now add 1 plus 5. 1 plus 5 is 6. So the answer 624. So 78 into 8 is equal to 624. Okay. So all of you write these worksheet problems in your notebook and the answers also. Okay. See you next class. Bye.